ബാംഗ്ലൂര് പോവാണ്. ഓക്കെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ രണ്ടാമത്തെ ദിവസം. ഇപ്പൊ സമയം 5:52 ആയിട്ടോ. നമ്മൾ വന്നിപ്പോ മൈസൂർ പാലസിന്റെ മുന്നിലെത്തി. ഓക്കെ, സെറ്റല്ലേ? അപ്പോ നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, നാസിം അവിടെ ഉണ്ട്, പോലീസുകാരവിടെ ഉണ്ട്. അപ്പോ സമയം ഇപ്പൊ ആസോഫിന് ക്ഷീണൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ 1-2 സ്ഥലങ്ങളിൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് നേരെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എത്തിയാണ്. അപ്പൊ ഞാൻ അടുത്ത എന്തെങ്കിലും പ്ലാനുകൾ സെറ്റ് ചെയ്യണം. ഓക്കെ, വണ്ടി ഇവിടെ ഉണ്ട്, നാസിം കൂടെ ഉണ്ട്. പോവാ. അപ്പോൾ നമ്മൾ അധികമൊന്നും മൈസൂർ കറങ്ങുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പാലസ് ഒന്നിങ്ങനെ കണ്ടു, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇനി പോണ വഴിക്കുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നേരം എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന്, അതായത് ഇപ്പോൾ ഏകദേശം ഒറ്റ സ്ട്രെച്ചിൽ ഏകദേശം 100 ചില്ലാൻ കിലോമീറ്റർ ഇങ്ങനെ കവർ ചെയ്ത് വന്നു. കാരണം സ്കൂട്ടിയാണ്, പിന്നെ ബൈക്കും കൂടിയല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടാവും. പക്ഷെ നമുക്ക് അതൊന്നും നമ്മൾ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണില്ല. നമ്മൾ നേരെ ഇനി ഇവിടുന്ന് പോവുകയാണ്. ചിലപ്പോൾ വേറെ എവിടേക്കെങ്കിലും ഇവിടുന്ന് തിരിയും. അപ്പോൾ എന്തായാലും എപ്പോഴാണോ വൈബ് നാട്ടിലേക്ക് തിരിക്കാൻ തോന്നുന്നത് അപ്പോൾ നാട്ടിലേക്ക് തിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പോണോടത്തോളം അങ്ങനെ പോകും. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു സൈഡാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സൈഡാക്കും. അപ്പോൾ ഈ സൈഡിലൊക്കെ, അതായത് മൈസൂർ ബാംഗ്ലൂർക്ക് നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളിപ്പോ മൈസൂരാണുള്ളത്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ബാംഗ്ലൂര് പോവാണ്. ഓക്കെ, ഒന്നുമില്ല, പെട്ടെന്ന് ഒരാളെ വിളിച്ചു, പ്ലാനായി പോവാണ്. ഒരാളെ പറഞ്ഞാൽ തെറ്റിയിരിക്കട്ടെ, നമ്മള് ഇവന്റെ കസിനാണ്. 9 മണിയായി, ഇവിടെ നേരെ പോവാണ്. 12 ആവുമ്പോൾ എത്തും. ഓക്കെ, അപ്പോ ചിലപ്പോ ഇതിന്റെ ബാക്കി നാളെ ആയിരിക്കും കാണാം, അല്ലാന്നുണ്ടെങ്കിൽ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, ബാംഗ്ലൂർ. നേരെ പോവാണ്. 145 കിലോമീറ്റർ കേട്ടോ. അപ്പൊ നമ്മൾ അത്യാവശ്യം ഓടിപ്പോന്നു. മാണ്ടി എത്താൻ വേണ്ടിട്ട് പോവാണ്ടോ. ചോളെത്തി. നമുക്ക് ഇവിടുന്ന് നേരെ സമയം 9:25 ആയിട്ടോ. സോറി, 9:30 ഒരു 12:30 ആകുമ്പോഴത്തേന് നമ്മള് ബാംഗ്ലൂർ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചയിടാം. ഓക്കെ, നമ്മളിങ്ങനെ പോണത് ആ റൂട്ട് ഏതായാലും പറയാ ഹൈവേ മെയിൻ ഹൈവേ കൂടെ പോലെ നമ്മളെ വണ്ടി വിടൂല. അപ്പൊ നമ്മള് നേരെ പുറത്തോട്ട് പോണം പോലെ. എന്താ കടിക്കാം. ആ ഹൈവേയിൽ ഇപ്പോൾ നമ്മൾ പോയപ്പോഴേ അവിടുന്ന് നമ്മളെ വണ്ടിയോ ഓട്ടോറിക്ഷയോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഹൈവേയിലോട്ട് കയറ്റി കഴിഞ്ഞാൽ 1000 രൂപ ഫൈനാണ്. അപ്പോൾ ഡേഞ്ചറാണ്. പിന്നെ നമ്മളിന് ഏകദേശം 92-93 വരെ സ്പീഡിൽ ഈ ബൈക്ക് കൊണ്ട് പോയി. പക്ഷേ 90-ന് മേലെ കയറില്ല. പിന്നെ 2 ആൾക്കാരുണ്ടായതുകൊണ്ടേ അപ്പോൾ മാക്സിമം അതിൽ പോകാൻ ട്രൈ ചെയ്തു. പക്ഷേ അതിൽ പോകണില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഇപ്പുറത്തെ റോട്ടിൽ കൂടെ ഇങ്ങനെ കയറി ഇനി ഇങ്ങനെ പോവാണ്. ഓക്കെ, നമ്മള് ബാംഗ്ലൂർക്ക് ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം 70 കിലോമീറ്റർ ആണ്. ഇപ്പൊ നമ്മളൊരു 70 കിലോമീറ്റർ മൈസൂരിൽ നിന്ന് പോകുന്നു കേട്ടോ. വണ്ടി എണ്ണ അടിച്ചാൻ വേണ്ടി നിർത്തിയാണ്. നാസിമുണ്ട്. സെംഗ്ലിഗരി പറഞ്ഞ സ്ഥലത്ത്, അതാണ് സെംഗ്ലിഗരി. എന്തായാലും പേര് കിട്ടില്ല. അപ്പോ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ബാംഗ്ലൂർ എത്തിയിട്ട് കാണട്ടെ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മൾ 450 അടിച്ചു. ആദ്യം 500, പിന്നെ 300. സംഭവം ഒരാവേശത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചാണെങ്കിലും ഇത് ഞാൻ പിന്മാറുന്നില്ല. എന്തായാലും ബാംഗ്ലൂർക്കാണ് നമ്മൾ ആദ്യത്തെ ബോർഡ് കണ്ടിരുന്നത്. ആ ബാംഗ്ലൂർക്ക് ഇനി ഏകദേശം 67 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എണ്ണ അടിച്ചു, ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി സെറ്റായി. പാന്റ് ഇട്ടില്ലേ, ചെറിയൊരു തണുപ്പുണ്ട്. സംഭവം നമ്മള് കാശ്മീർ ഒന്നും നല്ല പോയിക്കാം. സംഭവം നമ്മള് കാശ്മീരില് -17 നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും 1 മാസത്തോളം നാട്ടിലല്ലേ. അപ്പൊ അതിന്റെ പിന്നെ ഇങ്ങനെ പോവല്ലേ സംഭവം. പോയോക്കാം, നല്ല രസമുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തേ ഹെൽമെറ്റ് ഊരിയാണ്ട് ചൊറിയ മോനെ. യാത്ര ചെയ്യുമ്പോ ഉള്ള ഏറ്റവും ഒരു ഫീൽ ഗുഡ് സാധനമാണ് നമ്മൾ ഈ സോളോ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ഊരിയാണ്ട് തല ചൊറിയണ്ട എന്റെ മോനെ.
അനുഭവിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റിയ ഫീൽ അല്ലേ? ഇങ്ങനെ പോന്ന് നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി. വിശക്കുണ്ട്. സമയം 11:27 ആയിട്ടോ. നല്ല ബീഫിന്റെ വേറെന്തോ സാധനം. പക്ഷെ നമ്മൾ പറയണത് പൊറാട്ട തന്നെ പെട്ട് പൊറാട്ട ചേർക്കുന്നുണ്ട്. പൊറാട്ടയും ഓംലെറ്റുമാണ് പറഞ്ഞത്. ഓക്കെ, ഇത് ഓയിലില്ലാത്ത ഇവിടുത്തെ പൊറാട്ട എങ്ങനെയാണ് ഓയിലില്ലാതെ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഓംലെറ്റ്, ഉള്ളി, കൊളസ്ട്രോൾ ഇല്ലാത്ത ഫുഡ് കഴിക്കുന്നുണ്ടോ അമ്മ? അധികം കഴിക്കില്ല, കുറച്ചുകൂടെ കഴിക്കും. നീ വീഡിയോ കണ്ടാണ് ചീത്ത അറിയണ്ട. ഇത് ജമ്മാനോടാണ്. അപ്പോ ഇന്ന് നമ്മൾ ഞായറിഞ്ഞ് ബാംഗ്ലൂരിൽ എത്തും. അപ്പൊ നാളെ മുതൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പം ഇനി നമ്മൾ നേരെ ഒരു 30 ചില്ലാൻ കിലോമീറ്ററും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും. നാസിമിൻ്റെ കസിൻ ഷാനുവിൻ്റെ റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. അപ്പോൾ എല്ലാവരും പറയാനുള്ളത് ഒരിക്കലും നൈറ്റ് ഡ്രൈവ് ചെയ്യരുത് കേട്ടോ. ബാംഗ്ലൂർ ഈ ഒരു ഹൈവേയിലൂടെ സംഭവം ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വൈബിലുണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ആരും ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബാക്കി വിശേഷങ്ങൾ, ബാംഗ്ലൂർ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ.